എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു സോങ്, നല്ല സോങ്. താങ്ക് യു. ഓക്കെ, പാട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ശരത് സർ. മക്കളെ, എന്തോ ഉഗ്രം പാട്ട്. ഇതാരാ മക്കൾക്ക് സെലക്ട് ചെയ്തെന്ന്? ഇത് ഗ്രൂമേഴ്സ്, രജി മാം, രൂപേ സാറും. അവർ രണ്ടുപേരും അല്ലേ ഉള്ളൂ അല്ലേ? ഈ അവര് കിട്ടുകൊടുത്തത് ആരാ ഈ പാട്ട്? അത് ഞാൻ തന്നെ. ആ, അതാ നിനക്കാടാ കയ്യിൽ. കാര്യം ഇത് ആര് കിട്ടുകൊടുത്താലും ഈ പാട്ട് എടുക്കും അവര് ഉറപ്പായിട്ട്. ഇട്ടുകൊടുക്കുക എന്നുള്ള ഒരു കടമ നീ കറക്റ്റായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. മക്കളെ, ഇതിന്റെ സംഗീത സംവിധായകൻ ആരാണ്? MG രാധാകൃഷ്ണൻ സാർ. ഉറപ്പാണോ? ഓ, ഉറപ്പാ. ഇദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും പാട്ടുകൾ അറിയാമോ മക്കൾക്ക്?
വേറെ അങ്ങനെ കേട്ടില്ല, ഇതാണ് എനിക്ക് കുറച്ചും കൂടി അറിയുന്നത് പാട്ട്. മക്കളെ ഒരു ഭീകര കമ്പോസറാ. എത്ര 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 പാട്ടുകൾ. ഈ പടത്തിൽ തന്നെ വേറെ പാട്ട് പറഞ്ഞാലും മതി. ഈ പാട്ട് ഞാൻ അങ്ങനെ കേട്ടില്ല, വേറെ പാട്ടൊന്നും കേട്ടില്ല. ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഉറങ്ങുമോ? മക്കളെ കേൾക്കണം കേട്ടോ. MG രാധാകൃഷ്ണൻ ഹിറ്റ്സ് എന്ന് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ചറവറ എന്ന് പറഞ്ഞ് മറ്റേ ശങ്കരാടി പറയുന്നതാണ്, പിന്നെ ചറവറ എന്ന് ഒഴുകുകയായി എന്ന് പറഞ്ഞ പോലെ മക്കൾക്ക് അത് വരും. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഫിംഗർ ടിപ്സിലുണ്ടല്ലോ മക്കളെ. പാട്ടുകൾ കേൾക്കണമെങ്കിലും ഇതൊക്കെ എൻ്റെയൊക്കെ ഒരു കാലത്ത് ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ ആ ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഈ റേഡിയോ വെച്ചിട്ട് നമ്മൾ വിചാരിച്ച പാട്ട് ഇടുവോ ദൈവമേ. നമ്മൾ എഴുത്തെഴുതി നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ പറയും. അത് മിക്കവാറും കിട്ടത്തുമില്ല, കിട്ടിയാൽ തന്നെ അവർ കീറിക്കളയുകയും ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ഭാഗ്യത്തിന് കേട്ടാലായി. പഠിക്കുന്നതും അത്രേ ഉള്ളൂ സമയം. ഇത് റെക്കോർഡ് ചെയ്ത് വിൽക്കാനുള്ള അവസ്ഥയില്ല. അപ്പോൾ കേൾക്കുമെന്ന് തന്നെ കേട്ട് അത് ഉടനെ എഴുതിയെടുക്കുക, പഠിക്കുക, അതൊരു ചടങ്ങാണ്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെയാണോ? എന്ത് വേണോ? അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ സെൽഫോണിൽ വന്ന് നിൽക്കും. കാര്യം ആ ഒരു കാലഘട്ടമായത്. എന്തും ഫിംഗർ ടിപ്സിൽ കിട്ടും. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഓർഡർ ചെയ്തിട്ട് ഉടനെ നമുക്ക് വീട്ടിൽ ഇരുന്നാൽ കഴിക്കാൻ പറ്റുമെന്ന്? പെയിൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഉടനെ പെയിൻറ്റിന് ഏതോ ഒരു സാധനമുണ്ട്, അടിച്ചാൽ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പേ വരും സാധനം. അത്രയ്ക്ക് ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ ഇത് നീ മനോഹരമായിട്ട് പാടി. നല്ല സുഖമുണ്ടായിരുന്നു. കാര്യം ഇത് പാടിയേക്കുന്ന നമ്മുടെ എന്താ പറയണ്ടേ, എൻ്റെ ചങ്കണ്ണാച്ചിയാ. അപ്പോൾ അണ്ണാച്ചിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അസാധ്യ പാട്ടുകാരനാണ്, ഒരു നിവർത്തിയില്ല. അത് ഏത് തരം പാട്ടാണെങ്കിലും അതേ വെച്ച് കീറും. അപ്പോൾ അതും എനിക്ക് കുറേ സന്തോഷം. മക്കളെ, എനിക്ക് ഒരൊറ്റ ഇതുള്ളത് അനുപല്ലവി ഒന്ന് പാടാമോ? ആ മോനെ. അത് പക്ക ആയിരിക്കട്ടെ. ആ വെരി നൈസ്. മോനെ അതേ ഉള്ളു കുഴപ്പം. ഇത് തന്നെ ആയിരുന്നു കുഞ്ഞു കാറ്റിൽ പാടുമ്പോഴും ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. അപ്പം അത് മോനെ അത് മനസ്സിലാക്കിയാൽ മതി. അത് പെർഫെക്റ്റ് ആയിരിക്കണം മോനെ കേട്ടോ. നമ്മളെപ്പോഴും എല്ലാ പാട്ടും അത് പെർഫെക്റ്റ് ആയിരിക്കണം. കണ്ണിലെരിയും അല്ലേ, അതൊക്കെ ശ്രുതി മോനെ, അതൊക്കെ പെർഫെക്റ്റ് ആവട്ടെ. അത് ഷാർപ്പാണ് അത് പാടുന്നത്. അത് കുറച്ചും കൂടെ അങ്ങോട്ട് പെർഫെക്റ്റ് ആയ ഒരു നല്ലൊരു സുഖം കിട്ടും. അതൊക്കെ പിന്നെ അതിൻ്റെ അവസാനം നോക്ക്. എന്തിനീ നാണം? ശ്രുതിയിലാവുമ്പോൾ എല്ലാം നാണിക്കുന്നത് ഇല്ല. നാണം അപ്പുറത്തെ അയലത്തെ വീട്ടിൽ വന്ന് നിൽക്കത്തേ ഉള്ളൂ, നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. ഒന്ന് പാടാമോ കൃത്യമായിട്ട്? ആ എന്തിനീ നാണം കൊഞ്ചുമ്പോൾ തൊട്ട് അണ്ണാച്ചി അസാധ്യമായിട്ടാ പാടിയേക്കുന്നത്. മോൻ എപ്പോഴും അത് അങ്ങോട്ട് ഇപ്പം ആ നാണത്തിന് നീ മുമ്പേ കൊടുത്ത ഫീലില്ല. അതിപ്പോൾ ശ്രുതിയിലോട്ട് നോക്കിയപ്പോൾ അതങ്ങ് പോയി കേട്ടോ. കുറച്ചും കൂടെ ചിരിച്ചിട്ട് പാടി. എന്തിനീ നാണം? മക്കളെ ശ്രുതി ചിരി ചിരി. അത് മക്കളെ അതൊക്കെ ശരിയായിക്കോളുക കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ലാസ്റ്റ് ചരണത്തിന്റെ അനുബലയോടെ എൻ്റെ ഒന്ന് പാടാമോ? അത് അങ്ങനെ കൂട്ടിപ്പിടിക്കരുത് കേട്ടോ. ഒരു പ്രേത പാട്ട് പോലെ ഇരിക്കും. നീ എനിക്കല്ലേ നിന്റെ അത് എന്തിനാ വവ്വാലിനെ വരുത്തുന്നത് കേട്ടോ മോനെ. അത് നീ നോക്കണം. വിബ്രാട്ടോ ഇടുമ്പോൾ അത് ആവശ്യത്തിന് അവിടെ തന്നെ നിൽക്കണം. ആ വല്ലാട്ടിട്ട് ആട്ടിക്കഴിഞ്ഞാൽ അടുത്ത നോട്ടിലേക്ക് പോകും മോനെ. ആ ഓസിലേഷൻ അത് വരരുത്. മതി. എന്താ നായിപ്പോ വരുത്. മനസ്സിലായല്ലോ? ഓ മനസ്സിലായി. അത്രേ ഉള്ളടാ ചക്കരെ. ഐ ലവ് യു. താങ്ക് യു സർ. ഐ ലവ് യു ടു. താങ്ക് യു ശരത് സർ. ഷാനിക നിവേദ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സർ. ഇപ്പം ശരത്തേട്ടൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് പറയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഇപ്പം പാട്ട് എല്ലാം വിരൽ തുമ്പിലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമുക്കിപ്പം സ്റ്റെം വരെ നമുക്കിപ്പോൾ അടിച്ചെടുക്കാം, എല്ലാം എടുക്കാം. പിന്നെ ഡ്രംസ്, ബേസ്, ഗിറ്റാർസ്, ലീഡ്സ്. ഞാൻ കുറേ MG രാധാകൃഷ്ണൻ സാറിന്റെ പാട്ട് കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ശരി, കുഴപ്പമില്ല. ഞാൻ പറയാം നമ്മൾ ടെക്നോളജിയെ പറ്റി. അല്ല ഷാൻ പറഞ്ഞത്
മക്കളെ ഇപ്പോൾ ഒരു പാട്ടെടുത്ത പണ്ടൊരു ഈ വോയിസ് ഇല്ലാണ്ട് ഒരു ട്രാക്ക് എടുക്കുക വലിയ പാടാ, കിട്ടത്തില്ല. Impossible ഇപ്പൊ ആണ്. അതൊക്കെ കിട്ടും. അതെ, ഞാൻ ആദ്യം പറയട്ടത് തങ്കമുരുകും ആണ്, പിന്നെ എന്തിനീ നാണം, ഇതെല്ലാം കുഞ്ഞാറ്റിൻ ലോലം. എനിക്ക് ഏറ്റവും കൂടുതൽ അടിച്ചത് നീ എനിക്കല്ലേ, നീ പാട്ട് എനിക്കല്ലേ. ആ പാട്ടിന് നീ കൊടുത്തൊരു വിബ്രാറ്റം ഉണ്ട്, അയ്യോ. കാരണം അതിങ്ങനെ ആ പാട്ട് ഇങ്ങനെ വന്ന് സ്ലോ ഡൗൺ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പം ആ നോട്ട് എല്ലാം നീ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ചരണത്തിലും അത് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതുണ്ടല്ലോ ആ നോട്ട്, അതെല്ലാം കൃത്യമായിട്ട് നീ ഹിറ്റ് ചെയ്തു. പക്ഷെ ഈ നീ എനിക്കല്ലേ അതെല്ലാം കൂടെ സട്ടിൽ ഡൗൺ ചെയ്ത് വന്നിട്ടാണ് ഭയങ്കര സ്നേഹത്തോടെ നീ എനിക്കല്ലേ, നിൻ പാട്ടെനിക്കല്ലേ എന്ന് ഉള്ള വരി പറഞ്ഞു. ആ പാട്ടിൻ്റെ ആ വിബ്രാട്ടോ കേട്ടപ്പോൾ എൻ്റെ പൊന്നു മോനെ ഞാൻ പേടിച്ചു പോയി. അതാണ് സംഭവിച്ചത്. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയിടാ നീ. താങ്ക് യു സാർ. കേട്ടോ, താങ്ക് യു സാർ. ഓക്കെ, നല്ല ഉഗ്രം പാട്ട്. എന്തൊരു പാട്ട്. അസാധ്യം. അല്ല, ഇവർ രണ്ടുപേരുടെയും കെമിസ്ട്രി തന്നെ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ലാലേട്ടൻ്റെയും രേവതി മാമിൻ്റെയും ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു. ബ്യൂട്ടിഫുൾ മൂവി ഓൾസോ. അത്രേ ഉള്ളടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. നിവേദ് നന്നായിട്ട് പാടി. നിവേദ് താങ്ക് യു സാർ. ഫീൽ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ശരത്തേട്ടനും ഷാനിക്കയും പറഞ്ഞത് ഫോളോ ചെയ്യുക. ഓക്കെ, ഓക്കെ സാർ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സാർ. പാറു, എടാ ഹരി, നീ നിന്റെ താത്താടെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 വരി പാടുക. ഭയങ്കര ഒരു ആഗ്രഹം. അതിൽ ഏതെങ്കിലും പാട്ട് ഇഷ്ടപ്പെട്ടു. എത്രയോ പാട്ട് കിടക്കുന്നു. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം, തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ, വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ, ആയോത്സവത്തിൻ മന്ത്രകേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി തുളുമ്പുന്നു മുകിൽ പക്ഷിയുടെ നടനം, തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, സരിഗമ ഗമ സരിഗമ ഗമ സരിഗമ ഗമ ധനി ധനി ഗമ ധനി ധനി ഗമ ധനി മദനി സനി സ മദനി സനി സ മദനി സ ധനി സ ധനി സ ധനി സ ധനി സ ധനി സ ഗമ നി സനി സ ധനി ധനി മദ മദ ഗമ ഗമ രിഗ രിഗ സരി സരി നി സരി സനി സരി സ ധനി സ ധമ നി ധനി സ ഗമ. താങ്ക് യു ഡാർലിംഗ്. എടേ മക്കളെ, ഞാൻ ഇപ്പം പാടിച്ചത് എനിക്കുള്ള ആഗ്രഹം കൊണ്ടാണ്. അവൻ എനിക്ക് പാടിത്തന്നു. അത് എപ്പം വേണേലും ഹരിയെ വിളിച്ച് നമുക്ക് കേൾക്കാം. പക്ഷെ നിങ്ങളും കൂടെ എല്ലാവരും കൂടെ കേൾക്കത്തില്ലേ. മോനെ, ഒരു ലളിതഗാനമുണ്ട് അദ്ദേഹത്തിൻ്റെ, ഘനശ്യാമ സന്ധ്യാഹൃദയം. അസാധ്യ പാട്ടാണ്. അതുപോലൊരു ലളിതഗാനം ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല. എത്രയോ ലളിതഗാനങ്ങൾ ഈ ദാസേട്ടനാണ് പാടിയേക്കുന്നത്. ഒരു നിവൃത്തിയില്ല. അസാധ്യ പാട്ട്. ഓ, വാട്ട് എ കോമ്പസിഷൻ. അന്നൊക്കെ ലളിതഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാസറ്റ് ഉണ്ട്. അപ്പോൾ അതുണ്ട്. എന്താ അങ്ങനൊന്നുമില്ല, എല്ലാം പോയി. ആ മോനെ കൊള്ളാം. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. യെസ്, നമുക്ക് മാർക്ക് വെക്കാം. ചോദിക്കാം. ഷാനിക്ക, എന്തോ
അവൻ വന്നപ്പോ തൊട്ട് എന്നോട് പറയാ ഈ ഷെഡ്യൂളിലെ 2 പാട്ടും അവൻ തന്നെ എഴുതിയതാണെന്ന്. അയ്യോ അതിപ്പോ ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ട് അല്ലേ ഇത് ഗിരീഷ് അല്ല പേപ്പറിലെ കൊണ്ട് വന്നതാണ്. വെരി ഗുഡ്, അങ്ങനെ വെരി ഗുഡ് മക്കളെ, നല്ലതാ. വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ പറഞ്ഞേ നീ പറഞ്ഞു ഷാനിക്ക എടുത്ത് ഇല്ല. അപ്പൊ ഷാനിക്കനോട് അയിന് എന്ന് ചോദിക്കുന്നു. അല്ല അതായിരുന്നു ആദ്യം എന്റെ മനസ്സിൽ വന്നത്. പക്ഷെ അത് ഇത് എല്ലാവരും ചെയ്യണം. ഇനി അച്ഛന്റെ എഴുത്ത് അമ്മയുടെ എഴുത്ത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾ തന്നെ എഴുതിയിട്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് തന്നാൽ മതി. അതാണ് അതിന്റെ തലയിലെടുത്ത്. അതെ. മാർക്കാണോ? ഞാൻ തന്നെയാണോ? മോനെ എൻ്റെ മനസ്സിലുള്ള മാർക്ക് ഇസ് 9. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായതുകൊണ്ട് ഐ എം ഗിവിംഗ് 9.1. ആഹാ, താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ എന്റെ മനസ്സിലുള്ള മാർക്ക് 9, ആ അതുകൊണ്ട് ഞാൻ 9. താങ്ക് യു സാർ. അതങ്ങ് തരുന്നു എന്ന്. വല്ലാത്ത creativity ആയിപ്പോയി. അവൻ കുറച്ച് പ്രതീക്ഷിച്ചു. ഹരിച്ചേട്ടാ 9 മാർക്സ്. താങ്ക് യു സാർ. 27.1. അടിപൊളി. Wow. ഉം.